അതിന് കോട്ടയത്ത് നിന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. ഈ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധം. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നു. സനോജ് ചേരുകയാണ്. സനോജ്, ഈ ബോഡിയുമായി പോയ ആംബുലൻസ് തടഞ്ഞു എന്ന വാർത്ത വരുന്നു. ചാണ്ടി ഉമ്മനാണ് അതിന് നേതൃത്വം നൽകിയത് എന്ന വാർത്ത വരുന്നു. എന്താണ് കാര്യം? എന്താണ് വിശദാംശങ്ങൾ? പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുമിത്രാദികൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തിരുന്നു. പിന്നീട് ആംബുലൻസ്, അഭയത്തിന്റെ ആംബുലൻസ്, സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള അഭയം പാലിയേറ്റീവ് കെയർ ആണ്. അഭയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ആംബുലൻസിൽ ഈ മൃതദേഹം അവരുടെ സ്വദേശത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി മുന്നോട്ട് ആംബുലൻസ് നീങ്ങുന്നതിനിടയിലാണ് ഈ ആംബുലൻസ് തടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നാടകം. എന്തായാലും ഇതിന് ശേഷം പിന്നീട് പ്രവർത്തകർ കൂടുതൽ ആളുകൾ ആംബുലൻസിന് മുന്നിലേക്ക് ചാടുന്നു. പിന്നീട് അവിടെ കൂടിയ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആംബുലൻസിന്റെ മുന്നിൽ നിന്നും പ്രതിഷേധക്കാരെ നീക്കാൻ വേണ്ടി ഇടപെടുന്നു. സംഘർഷാവസ്ഥ ഉണ്ടാവുന്നു. പോലീസ് ഇടപെട്ടുകൊണ്ട് പ്രതിഷേധക്കാരെ നീക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ആംബുലൻസ് കടന്നു പോകാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചാണ്ടി ഉമ്മൻ നേരെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്. ഒരുപക്ഷെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കാനായിരിക്കും ചാണ്ടിയുടെ തീരുമാനം. എന്തായാലും കോൺഗ്രസ് ഈ മരണത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമ്മി, എന്തിനാണ് ഈ മൃതദേഹം തടഞ്ഞത് സനോജ്? ആംബുലൻസിൽ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ആവശ്യമാണ് ഇവർക്ക് മുന്നിൽ വെക്കുന്നത്? രാവിലെ മുതൽ തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ നാടകങ്ങൾ, അതായത് മുതലെടുക്കാൻ പറ്റുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ് UDF ക്യാമ്പിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോഴും നടക്കുന്നത്. ബോഡി കൊണ്ടുപോകുന്ന ആംബുലൻസ് തടയുക, അതുവഴി വാർത്താ മാധ്യമങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുക എന്ന തരത്തിലുള്ള ഒരു പതിവ് രീതി തന്നെയാണ് UDF പുലർത്തുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് നടന്നത്. ഇപ്പോൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനായിരിക്കും തീരുമാനം. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നാടകങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.